ഏറാമല പഞ്ചായത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് രാഷ്ട്രീയ യുവജനതാദൾ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പി കിരൺജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഏറാമല മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഭീകരാവസ്ഥയും തൊഴിലാളികളുടെ നരകയാതനകളും പൊതുജനമധ്യേ കൊണ്ടുവരാൻ ശ്രമിച്ച ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം നടന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് രാഷ്ട്രീയ യുവജനതാദൾ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പി കിരൺജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് നിരവധി അവാർഡുകൾ, സംസ്ഥാന അവാർഡുകൾ, നാഷണൽ അവാർഡുകൾ, ആ രീതിയിൽ അവാർഡുകൾ വാരിക്കൂട്ടി ഈ ഏറാമല പഞ്ചായത്തിനെ നമ്മുടെ സംസ്ഥാനത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തിയിട്ടുള്ള ഒരു സംസ്കരണ പ്ലാന്റ് ഇന്ന് ഈ തോതിലേക്ക്, ഈ രീതിയിലേക്ക് മാറ്റുന്നതിന് 2.5 വർഷങ്ങൾക്ക് മുമ്പ് ഈ അധികാരത്തിൽ വന്നിട്ടുള്ള ഏറാമല പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പി മിനികയുടെ നേതൃത്വത്തിലുള്ള ഒരു കൊള്ള സംഘം എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ 38 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെഷീൻ അനാഥമായി കിടക്കുന്നുണ്ട്. അനാഥമായി കിടക്കുകയാണ്. 38 ലക്ഷം രൂപയാണ് ആ മെഷീനിന്റെ വില. അതിൽ കൃത്യമായ അഴിമതി നടത്തിക്കൊണ്ട്, അതിൽ സംസ്കരണത്തിന്റെ ഒരു രീതിയും ശാസ്ത്രീയമായി അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആ മിഷനെ മാറ്റിക്കൊണ്ടാണ് ഈ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. ഇതുപോലെ ആയിരുന്നില്ല ഈ സംസ്കരണ പ്ലാന്റ് മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചത്. ഇവിടുന്ന് കൃത്യമായി ഈ അശാസ്ത്രീയവും ശാസ്ത്രീയവുമായിട്ടുള്ള രീതിയിൽ സംസ്കരണം നടത്തി ഇവിടുത്തെ ഈ അവശിഷ്ടങ്ങൾ കൃത്യമായ രീതിയിൽ വളമാക്കി മാറ്റിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് അവരുടെ കൈകളിൽ തുച്ഛമായ രീതിയിൽ ഒരുപക്ഷെ ഈ സൗജന്യ നിരക്കിൽ തന്നെ അവരെ വീടുകളിലേക്ക് കൃഷിക്കും മറ്റുമായി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇന്നിപ്പോ സ്ഥിതി എന്താ? ഇന്നലെ നമ്മൾ കണ്ടു ഈ സംസ്കരണ പ്ലാന്റിൽ ഈ ഭരണകക്ഷിയോട് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രസിഡന്റിനോട് സമരസപ്പെടാതെ നിൽക്കുന്ന എല്ലാ തൊഴിലാളികളെയും ഫോണിൽ വിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ തൊഴിൽ നാളെ മുതൽ ഇങ്ങേക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ തൊഴിലാളികളെ പ്രവർത്തിപ്പിക്കുന്നത്. നമുക്കറിയാം. LDYF നേതാക്കളായ ജിതിൻ കണ്ടിയിൽ, ബ്രിജിത്ത് MK, ഷനൂബ് KK, ജിതിൻ രാജ്, അനുനന്ദ് S, രബിലേഷ് KK, സനൂപ് MP, സുബീഷ് KM, സനീഷ് മുക്കാട്ട്, പുണ്യ P, ബിനിഷ MK എന്നിവർ നേതൃത്വം നൽകി.